ഹലോ ഓൾ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ എല്ലാവരും അതിഗംഭീരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു വർഷം നിങ്ങളുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നതിനായി സൈലം എക്കാലവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവ്വം തന്നെ ഈ ഒരു കാര്യം കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലാസ് 10ലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ് നമുക്ക് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ബേസിക് മാത്തമാറ്റിക്സും മറ്റൊന്ന് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സും. നമുക്ക് ബേസിക് മാത്സ് എടുത്താലും സ്റ്റാൻഡേർഡ് മാത്സ് എടുത്താലും എന്തെല്ലാമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, എന്തെല്ലാമാണ് നമ്മൾ ഫ്യൂച്ചർ ലൈഫിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള എല്ലാ കാര്യവും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേസിക് മാത്സിൻ്റെയും സ്റ്റാൻഡേർഡ് മാത്സിൻ്റെയും സിലബസ് നമുക്ക് പരിശോധിക്കാം. രണ്ടിൻ്റെയും സിലബസിൽ യാതൊരു മാറ്റവുമില്ല. ബേസിക് മാത്സ് ആയിക്കോട്ടെ സ്റ്റാൻഡേർഡ് മാത്സ് ആയിക്കോട്ടെ പഠിക്കേണ്ട സിലബസിൽ മാറ്റമില്ല. രണ്ടും സെയിം തന്നെയാണ്. NCERT ബുക്കിനകത്തുള്ള ഓരോ പാഠവും ഓരോ വരിയും രണ്ടു പേർക്കും സെയിം തന്നെയാണ് പഠിക്കാനുള്ളത്. പക്ഷേ എന്താണ് മാറ്റം? അപ്പോൾ ചോദ്യമുണ്ടാകും. രണ്ടിൻ്റെയും ചോദ്യ പേപ്പറിലാണ് മാറ്റം വരിക. ബേസിക് മാത്സിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സ്റ്റാൻഡേർഡ് മാത്സിന് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും ഉണ്ടാവുക. ബേസിക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസിയാണ് സ്റ്റാൻഡേർഡ് മാത്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. വിച്ച് മീൻസ് സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ബേസിക് മാത്സ് എടുക്കാം, കുറച്ചും കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന്. പക്ഷേ ഞാനിതാ നിങ്ങളോട് കാര്യം പറയുന്നു, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ക്ലാസ് 11ലേക്കും 12ലേക്കും വരുമ്പോൾ നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ബേസിക് മാത്സ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് 11ൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, എന്നൊരു കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സ്റ്റാൻഡേർഡ് മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു സ്ട്രീം സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല, വളരെ വലുതാണ്. കാരണം മാത്തമാറ്റിക്സ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന, ഏറ്റവും അധികം പേർ കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വിഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അതുമാത്രമല്ല, നമുക്കിപ്പോൾ സോഷ്യലിൻ്റെ ഏറ്റവും ഗംഭീരമായ സ്ട്രീമാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് തന്നെ പല വിഭാഗങ്ങളിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 ക്ലാസ്സിനകത്ത് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അങ്ങനെ മാത്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വല്ലാത്ത രീതിയിൽ മറ്റെല്ലാ എക്സാംസിലും കയറി വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നീറ്റ് എക്സാമിന് ഫിസിക്സിനകത്ത് മനോഹരമായ മാർക്ക് സ്കോർ ചെയ്യുന്നതിനായി നമുക്ക് മാത്തമാറ്റിക്കൽ സ്കിൽ വേണം. അതിനായി നിങ്ങൾ ക്ലാസ് 11ലും 12ലും മാത്സ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ എല്ലാ മക്കളും സ്റ്റാൻഡേർഡ് മാത്സ് എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങൾ മാത്സ് ടീം എടുക്കില്ല, മാത്സ് ഒരിക്കലും വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബേസിക് മാത്സ് എടുക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എക്കാലവും സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. 100% ഉറപ്പ് പറയുന്നു, നമ്മൾക്ക് 10th മാത്സ് വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും സ്റ്റാൻഡേർഡ് മാത്സ് എടുക്കും. നമുക്ക് ഒന്നിച്ച് തന്നെ പഠിക്കാം മക്കളെ. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഒന്നിച്ച് തന്നെ ഫുൾ മാർക്ക് നേടാം. സൈനിങ് ഓഫ്, അഫ്നാസ് AK ഫ്രം Xylem Learning. All the best.